വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം 22 തിരുവചനങ്ങൾ 24 മുതൽ 30 വരെ. വിശുദ്ധ ലൂക്കോസ് 22:24 മുതൽ. അനന്തരം തങ്ങളിൽ വലിയവൻ ആരെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു: വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കിടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും യജമാനൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ശുശ്രൂഷകനെ പോലെയാണ് വർത്തിച്ചിട്ടുള്ളത്. നിങ്ങളാകുന്നവൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും വിധിക്കുകയും ചെയ്യും. സ്വല്പസമയിരിക്കാം. പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് നാളെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന ദിനത്തിൽ പിതാക്കന്മാർ കർത്താവിനെ ആരാധിച്ച ദിവസമാണ്. സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ ദിവസം സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇപ്പോഴേ വായിച്ചു തുടങ്ങിയിരിക്കുന്നു. നാളത്തെ സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ പ്രത്യേക ധ്യാനവും കുർബാനയും അത് അനുഗ്രഹകരമാകുവാൻ നമ്മൾ ഇന്ന് ഒരുക്കധ്യാനമായി ഈ വ്യാഴാഴ്ചത്തെ വിശുദ്ധ കുർബാനയെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ്. സ്വർണ്ണ വെള്ളിയാഴ്ച നമ്മുടെ പിതാക്കന്മാർ ഈ വേദഭാഗം വായിക്കുവാനും ധ്യാനിക്കുവാനും എന്താണ് കാരണം? പെന്തക്കോസ്തിയും അപ്പോസ്തലത്വവും വീര്യപ്രവൃത്തികളും ഒക്കെയായി ഈ വേദഭാഗത്തിന് എന്താണ് ബന്ധമുള്ളത്? അപ്പോസ്തലനായ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പല പ്രാവശ്യം കണ്ട്, നീ എന്നെ എല്ലാവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ച് അങ്ങനെ പെന്തക്കോസ്തിയിൽ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ് ശ്ലീഹായ്ക്ക് പരിശുദ്ധാത്മ നിറവിൽ കിട്ടിയതായ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? പത്രോസ് ശ്ലീഹായ്ക്ക് ഒരു സിംഹാസനം കിട്ടിയെന്നാണ് പറയുന്നത്. 12 ശിഷ്യന്മാർക്ക് ഓരോ സിംഹാസനം, ജഡ്ജിയുടെ സിംഹാസനമാണത്. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. അപ്പോൾ യേശുവിനെ എല്ലാം വിട്ട് അനുഗമിച്ചാൽ ദൈവം 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ പട്ടിക അവിടെ എഴുതിയിരിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ജന്മനാ കിട്ടിയതും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയത്, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയത്, മറ്റുള്ളവർ നമ്മളെ കെട്ടിയേൽപ്പിച്ചതിന് പലതരത്തിൽ നമ്മുടെ കയ്യിൽ പലത് കാണും. പക്ഷെ യേശുവിൻ്റെ ശിഷ്യരാകുവാൻ നമ്മളതെല്ലാം നമ്മളിൽ നിന്ന് വിട്ട് യേശുവിനും യേശുവിൻ്റെ ആത്മാവിന് ഇരിക്കുവാനുള്ള ഇടമായി നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ജീവിത പങ്കാളിയായി നമ്മൾ മാറുമ്പോൾ നമുക്കൊരു സിംഹാസനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിംഹാസനം. നിങ്ങളാകുന്നതിൻ്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. നമ്മൾ കർത്താവിനോടുകൂടെ പരീക്ഷയിൽ ജയിക്കാമെങ്കിൽ, കൊള്ളാവുന്നവരായി തീർന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പല തസ്തികകൾ ദൈവം നമ്മുടെ തരുമെന്നാണ് പറയുന്നു. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പം നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള നമ്മുടെ കർത്തൃ പ്രാർത്ഥന ഓരോ ദിവസം ചൊല്ലുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ അതിര് നമ്മൾ വിസ്തൃതമായിക്കൊണ്ടിരിക്കും. ഓരോ സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോഴും പുത്തൻ സന്തോഷവും സമാധാനവും ദൈവസാന്നിധ്യവും നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലെ ജീവിതത്തിൻ്റെ മാധുര്യം നമ്മൾ ആസ്വദിക്കും. പക്ഷെ നമ്മൾ സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോൾ അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? അതങ്ങ് ചൊല്ലി അങ്ങ് തീർക്കുകയല്ലേ. പക്ഷേ സ്വർഗസ്വനായ പിതാവ് എന്നുള്ളത് ധ്യാനിച്ച് ചൊല്ലാമെങ്കിൽ ഓരോ ചൊല്ലും കഴിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അതിര് നമ്മുടെ ഹൃദയത്തിൽ വിസ്തൃതമായിക്കൊണ്ടേയിരിക്കും. ദൈവരാജ്യത്തിൻ്റെ അതിര് വിസ്തൃതമാകുന്നതനുസരിച്ച് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സന്തോഷം നമ്മളെ മറ്റുള്ളവരെ സേവിക്കാൻ പ്രേരിപ്പിക്കും. അത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായി. ഒന്നും കിട്ടാനല്ല, കിട്ടിയത് കൊടുത്തു തീർത്ത് അതൊരാനന്ദം നമുക്ക് കിട്ടും. അപ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എല്ലാ ദിവസവും പുത്തനായി നമുക്ക് ലഭിക്കും. ആ കിട്ടിയത് കൊടുത്തു തീർക്കുമ്പോൾ അത് ഇരട്ടിയാവും. അത് വീണ്ടും ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള പ്രോത്സാഹനമായിട്ട് മാറും. ഇങ്ങനെയാണ് ജീവനിൽ നിന്ന് ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് നമ്മൾ ഓരോ ദിവസം ആനയിക്കപ്പെടുന്നത്. നമുക്ക് യൗവനം പുതുക്കി കിട്ടും. പഴയ നിയമത്തിലെ മോശയ്ക്ക് 80-ാം വയസ്സിലാണ് ഒരു ജോലി കിട്ടിയത്. 120 വയസ്സ് വരെയും നല്ല ചുറുചുറുക്കോടെ നല്ല യൗവനത്തോടുകൂടി തന്നെ
യൗവനത്തിൻ്റെ ശക്തിയോടെ തനിക്ക് തൻ്റെ വേല ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ദൈവവേല ചെയ്യാൻ ഒത്താൽ മതി. വേല ധരിക്കുന്നത് തന്നെ ഒരു ആഹാരമാണ്. അപ്പം ദൈവവേല ചെയ്യാൻ ഒത്താൽ അതിൻ്റെ കൂടെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം കരുതിയിരിക്കും. അത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സന്തുഷ്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണെന്നുള്ള പറഞ്ഞതിന് പ്രകാരം രോഗം വന്നാൽ അത് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് ആത്മശരീര മനസ്സുകളിൽ സന്തുഷ്ട ജീവിതവും സംതൃപ്ത ജീവിതവും സമൃദ്ധിയായ ജീവിതവും ലഭിച്ച് നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെന്നുള്ള കാര്യം തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പത്രോസും ശിഷ്യന്മാരും തെളിയിച്ചിരിക്കുകയാണ്. പത്രോസിൻ്റെ ബലഹീനതകളിന്മേലെല്ലാം ജയം തനിക്ക് ലഭിച്ചു. താൻ തോറ്റ വിഷയത്തിലെല്ലാം ജയിച്ചു. കർത്താവിൻ്റെ ശക്തി അതിൽ നിന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. പെന്തിക്കോസ്ത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോൾ പള്ളിയുടെ വാതിൽക്കൽ യാചിച്ചുകൊണ്ടിരുന്ന ജന്മനാ മുടന്തനായിരുന്ന ഒരാളെ അവനെ നോക്കി അവൻ്റെ കണ്ണിലൂടെ ശക്തി ഉള്ളിലാക്കി അതവൻ്റെ ഹൃദയത്തിലൂടെ അവൻ്റെ രക്തധമനികൾ കൂടിയെല്ലാം ജ്വലിച്ച് ഓടി അതുവരെ നടന്നിട്ടില്ലാത്തവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് ദേവാലയത്തിൻ്റെ അകത്ത് കയറിയെന്നാണ് പറയുന്നത്. ഈ അത്ഭുതം എല്ലാ ആരാധനയിലും എല്ലാ ദിവസവും നമുക്ക് ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കും. ദൈവരാജ്യത്തിൻ്റെ അതിര് നമ്മൾ വിസ്തൃതമായിക്കൊണ്ടിരുന്നാൽ മതി. ദൈവരാജ്യത്തിൻ്റെ അതിര് വിസ്തൃതമാകണമെങ്കിൽ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അതിര് കുറഞ്ഞു കുറഞ്ഞു വരണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിശാചിൻ്റെ ഒരു രാജ്യമുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ രാജ്യം തീരാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഓരോ കുർബാനയിലും ഓരോ സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോഴും ഈ ബോധത്തോടെ ചൊല്ലണം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ ഒരടിയുടെ ഞാൻ തള്ളി മാറ്റിയിട്ട് ദൈവരാജ്യത്തിൻ്റെ അതിൽ മാറ്റിയടിക്കാൻ പോവുകയാണ്. അങ്ങനെ പഴയ നിയമത്തിലെ പർദീസായുടെ അനുഭവം, പാലും തേനൊഴുകുന്ന ദേശം, യോശുവയും കാലേബും അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് പോരാടിയെടുക്കുകയായിരുന്നു. അവിടെ വേറെ പല ജാതികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവരെ തള്ളി മാറ്റി അടിച്ചോടിച്ച് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞതിനെ പിടിച്ചെടുത്തിട്ടാണ് വലിയ സന്തോഷത്തോടെ അവർ പഴയ നിയമത്തിലെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ആസ്വദിച്ചത്. അതുകൊണ്ട് ഏത് പ്രതിബന്ധമുണ്ടെങ്കിലും പേടിക്കേണ്ട. സ്വർഗസ്വനായ പിതാവേ എന്ന് ശരിക്ക് ചൊല്ലി കൃപ നിറഞ്ഞ മറിയവും കൂടെ ചൊല്ലിയിട്ട് സ്തുതിച്ചുകൊണ്ട് കാലം വെച്ചാൽ മതി, അവൻ ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഭീരുവാകാതെ ധൈര്യമായി രാജ്യം നമുക്ക് തന്നിരിക്കുക, നമ്മൾ കൈവശപ്പെടുത്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അപ്പോൾ സ്വർഗീയ രാജാവായ യേശുവിൻ്റെ മണവാട്ടിയായി നമ്മളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. അപ്പോൾ മണവാളൻ്റെ രാജ്യം മണവാട്ടിക്ക് വേണ്ടി ഉള്ളതാണ്, രണ്ടുപേർക്കും കൂടെ തന്നിരിക്കുന്നത്. അത് പിതാവും നമ്മുടെ കർത്താവും ഭർത്താവുമായ ഇമ്മാനുവേൽ അതിനെ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് തന്നെ ശിഷ്യരായവരോട് പറയാണ് അത് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾക്ക് ദൈവരാജ്യം എത്ര ശതമാനം കൈ കിട്ടിയിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കേണ്ടത്. ദൈവരാജ്യം 100% നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ അനുഭവം അനേകർക്ക് കൊടുത്ത് അവരെയും ദൈവരാജ്യത്തിലാക്കാൻ സാധിക്കും. പത്രോസിനും യോഹന്നാനും അവരുടെ കണ്ണുകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി ജന്മനാ മുടന്തനായിരുന്നവരിലേക്ക് കവിഞ്ഞൊഴുകി അവരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി അവന് ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവരാജ്യത്തിൻ്റെ അനുഭവമുള്ള ആളുമായി മാറ്റാൻ സാധിച്ചു. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചെന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് 12 ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. എന്നാൽ അതിൽ ഒരാൾ കെട്ടിയാന്ന് ചത്തു. ആ പോയ ആളിന് പകരം മത്യാസ് കയറി വന്നു, ആ അവകാശം കൈവശപ്പെടുത്തി. അപ്പോൾ പിശാച് നമ്മളെ നിരാശപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. യൂദായുടെ ആത്മാവ് പാതാളത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ റിമോട്ട് കൺട്രോൾ വെച്ച് പലരെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ മിടുക്കനാണ്. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം പുറയിൽ ആരും കൂടി ഉണ്ട്, യൂദായും കൂടി ഉണ്ട്. യൂദാ അതിന് എക്സ്പെർട്ടാണ്. അനേക പേരെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് നല്ല പരിചയമുള്ള ആളാണ്. എന്തെങ്കിലും നിരാശ വന്നാൽ അവൻ ദൂരെ നിന്ന് നമ്മുടെ പ്രതികരണം എന്താണ്, നമ്മൾ വചനപ്രകാരമാണോ പ്രതികരിച്ചത്? ആരെങ്കിലും അപമാനിക്കുമ്പോൾ, ഏതിനും പരാജയം സംഭവിക്കുമ്പോൾ, രോഗം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ വചനം ഉദ്ഘോഷിച്ച് വചനം ഏറ്റുപറഞ്ഞ് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നീതിയും സമാധാനം പരിശുദ്ധാത്മാവും സന്തോഷം നമ്മളിലേക്ക് ദൈവരാജ്യം ബലാത്കാരികൾ അവകാശമാക്കുമെന്നാണ് പറയുന്നത്. എന്നാ ബലാത്കാരം ചെയ്യേണ്ട കാര്യം? ശത്രുവായ പിശാച് കൈയടക്കി വെച്ചിരിക്കുക. അവനെ തള്ളി മാറ്റിയിട്ട് മാത്രമേ നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ. അതിനെ ആരാധനയുടെ ശക്തി കൊണ്ടാണ് അവന് ആ പിശാചിന് ചെയ്യാൻ കഴിയാത്ത ഒറ്റ കാര്യം ആരാധനയാണ്. ആരാധിക്കാൻ അവനക്ക് കഴിവില്ല.
അവന് വേദോത്സവം നല്ലവണ്ണം അറിയാം, പക്ഷേ അത് പ്രയോഗിക്കാൻ കഴിയില്ല. കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ അവന് വേദോത്സവം ഉപകരിക്കുന്നുള്ളൂ. വക്കീലന്മാരെ അവർ നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ് കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഇതുപോലെ പിശാചിന് വേദോത്സവം നമ്മളെക്കാൾ അറിയാം. അതുകൊണ്ട് പിശാച് അറിഞ്ഞിരിക്കുന്ന എല്ലാ വേദഭാഗവും നമ്മളും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവൻ കൊടുത്ത കേസിന് അപ്പീൽ കൊടുത്ത് ഇതിന് ഇങ്ങനെയും കൂടി ഒരു വശമുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെയാണ്, പിശാച് മുറിവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് കേസ് കൊടുത്ത യേശുവിൻ്റെ പേര് അല്ലെ പരീക്ഷിച്ചത്. അപ്പം ഇങ്ങനെയും കൂടി ഒരു വാക്യമുണ്ടെന്ന് പറഞ്ഞ് അവനെ മുറിവാക്യത്തിനെതിരായി മുഴുവാക്യങ്ങളും ഇണവാക്യങ്ങളും പറഞ്ഞ് അവനെ തോൽപ്പിച്ച് അവനെ ഓടിച്ചു വിട്ടു. പക്ഷേ അവൻ നാണം കെട്ടവനാണ്. എത്ര തോറ്റാലും പിന്നെയും പിന്നെയും വരും. കുറച്ച് നാളത്തേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ പല പ്രാവശ്യം പലരിൽ കൂടെ പരീക്ഷിച്ചു. പത്രോസിൽ കൂടെയും പരീക്ഷിച്ചു. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെയും പരീക്ഷ വരാം കേട്ടോ. ഭാര്യയിൽ കൂടെയും ഭർത്താവിൽ കൂടെയും മക്കളിൽ കൂടെയും സ്നേഹിതരിൽ കൂടെയും ഒക്കെ പരീക്ഷ വരാം. അതിൽ കൂടെ ഒക്കെ പിശാച് വളരെ തന്ത്രപൂർവ്വം നമ്മളെ പരീക്ഷിക്കണം. അന്നേരം എല്ലാം സ്വർഗസ്വനായ പിതാവെ ചൊല്ലിക്കോണം. സ്വർഗസ്വനായ പിതാവെ നീയാ ഞങ്ങളെ ഭരിക്കേണ്ടത്, പിശാച് ഭരിക്കാൻ പാടില്ല. അവൻ ഞങ്ങളെ ഒരു അവകാശം തട്ടിയെടുത്തതുകൊണ്ട് അതെനിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുവാൻ നമുക്ക് ഇതാ ദൈവരാജ്യം നമുക്ക് തന്നിരിക്കുന്നു. പിതാവ് പുത്രന് കൊടുത്ത ദൈവരാജ്യം പുത്രന്റെ ജീവിത പങ്കാളിയായ സഭയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. നമുക്ക് 100% കിട്ടിയോ ഇല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ആരാധന, ധ്യാനം മുതലായവ ഓർക്കുന്നു. നാളത്തെ സ്വർണ്ണ വെള്ളിയാഴ്ച ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള ശക്തി പ്രയോഗിച്ച് ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ പിശാചിന്റെ രാജ്യത്തിൽ അനേകരെ ദൈവരാജ്യത്തിലേക്ക് കടത്തിവിട്ട് നമുക്ക് ദൈവരാജ്യത്തിന്റെ അതിൽ വിസ്തൃതമാക്കി അങ്ങനെ നിന്റെ രാജ്യം വേണമേ എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ കർത്താവിൻ്റെ കൂടെ നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ സിംഹാസനം 12 ആക്കി 12 പേരെ 12 സിംഹാസനത്തിൽ ഇരുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തോമാസ്ലിഹായുടെ സിംഹാസനത്തിലൂടെ നമ്മൾ കാണുകയില്ലേ? അപ്പോൾ തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ നമുക്കൂടെ ഇരിക്കാൻ സാധിക്കണം. അപ്പോൾ തോമാസ്ലിഹ ഇന്ത്യക്കാരെ മുഴുവനും ദൈവരാജ്യത്തിലാക്കാൻ നമ്മളെ നിയോഗിച്ചിരിക്കുക. അതിന് നമ്മുടെ ജീവിതവും സഭാജീവിതവും ഉതകട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസങ്ങളോടും നിരാശയോടും അന്ധവിശ്വാസത്തോടും മൂഢവിശ്വാസത്തോടും വിദ്യാബോധത്തോടും യാത്ര പറഞ്ഞിട്ട് ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പേരിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർ കൊള്ളാവുന്നവരായി അനേകരെ ദൈവരാജ്യത്തിലാകാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരിക്കൽ കൂടെ പാപത്തിൽ പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.